നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 543 സീറ്റുകളിലേക്ക് തന്നെയാണ് വോട്ടെടുപ്പ് നടന്നത്. കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ BJP 240ലേക്ക് മൂന്നാം ഘട്ടത്തിൽ ഒതുങ്ങി. ആദ്യഘട്ടം 2014, രണ്ടാം ഘട്ടം 2019, മൂന്നാം ഘട്ടം 2024 എന്നിങ്ങനെ BJPയുടെ ഭരണ കാലഘട്ടത്തെ വിലയിരുത്താം. ഈ നീണ്ട 15 കൊല്ലക്കാലം എന്ന് വേണമെങ്കിൽ വളരെ വ്യക്തമായി പറയാം. 3 ഘട്ടങ്ങളിൽ ഏറ്റവും ദുർഘടമായി BJPക്ക് അധികാരം നഷ്ടപ്പെടാൻ പോകുന്ന മൂന്നാം ഘട്ടം. അങ്ങനെ തന്നെയായിരിക്കും ചരിത്രം ഇനി വിലയിരുത്താൻ പോകുന്നത്. 2029 ലോക്സഭാ അനുപാതികം വരുമ്പോൾ ദക്ഷിണേന്ത്യക്കാർ നടത്തുന്ന ഐതിഹാസികമായ സമരം വിജയിക്കും. GDPയും അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകവും കൂടി കണക്കിലെടുത്താൽ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളുടെ 7 വികസനമെത്താത്ത ബീഹാറോ ജാർഖണ്ഡോ അതല്ലെങ്കിൽ ഒറീസയോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരാഖണ്ഡോ ഒന്നും വരത്തില്ല എന്നുള്ളതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇരുണ്ട യുഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെറുതെ പറയുന്നതല്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തുകയാണ്. ലോകത്ത് ഹങ്കർ ഇൻഡെക്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ഹാപ്പി ഇൻഡെക്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ നമ്മുടെ രാജ്യം ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏറെ പിന്നിലാണ്. അതായത് ഏറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കണക്ക് സൂചികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പല മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ. ദേശീയ ശരാശരിയുടെ കാര്യം പറയേ വേണ്ട. സ്വാതന്ത്ര്യം ലഭിച്ച് 80 വർഷം കഴിയുമ്പോഴും ദേശീയ ലിറ്ററസി റേറ്റിൻ്റെ ശതമാന കണക്കുകൾ നോക്കുകയാണ്. 60 കൊല്ലം രാജ്യം ഭരിച്ചിട്ട് എന്ത് നേടിക്കൊടുത്തു കോൺഗ്രസ് എന്ന് ചോദിക്കുന്നവരോട് 12 കൊല്ലം രാജ്യം ഭരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി എന്തുണ്ട് വിൽക്കാൻ ബാക്കി എന്ന് ചോദിക്കേണ്ട അവസ്ഥ. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിപൂർണമായി കോർപ്പറേറ്റ് വൽക്കരിച്ച് രാജ്യത്തിൻ്റെ നാഡീ ഞരമ്പുകളെ പരിപൂർണമായി ഇല്ലാതാക്കി രാജ്യം തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ഏത് സ്ഥലം വേണമെങ്കിലും ലേലത്തിന് വർഷങ്ങളോളം 500 വർഷമോ 1000 വർഷമോ പാട്ടത്തിനെടുത്ത് പദ്ധതികളുമായി മുന്നോട്ട് പോകാം എന്ന് കരാർ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് മോദി കണ്ട സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന സിദ്ധാന്തം.